എന്തൊരു എനർജിയാ. ഒരു സ്റ്റെപ്പ് എന്റെ കയ്യിൽ നിന്ന് പോയി കേട്ടോ. ഏതാ ഈ സ്റ്റെപ്പ്? അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല താഴോട്ട് പോയപ്പോ തന്നെ. അത് കിട്ടിയില്ലെന്നാണോ സ്റ്റെഫി പറഞ്ഞത്? എനിക്ക് കിട്ടിയില്ല. അത് മാത്രമേ നന്നായിട്ട് തോന്നിയുള്ളൂ. ആണോ? ഞാനടുത്ത് ബാക്കി മുഴുവൻ കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുകയാണ്. അല്ലെന്ന്. സ്നേഹേഷ്, ചാലക്കുടിയിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ചാലക്കുടി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ചില കുഞ്ഞു പ്രണയങ്ങൾ ഉണ്ടാവും, ചെറിയ. ആ സമയത്ത് പറഞ്ഞോണ്ടിരും, ഞാൻ നാളെ നീല ഇട്ടോണ്ടിരും, നീ നീല ഉടുപ്പിട്ടോണ്ടിരും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ എന്തോ പറഞ്ഞൊപ്പിച്ചിട്ട് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടോണ്ട് വന്നതാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. റെഡി ഡിയർ, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഞാൻ ചാലക്കുടിയിലുള്ള സ്നേഹിച്ച്, ചാലക്കുടിയിൽ അണ്ടനാട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമം, അവിടുന്ന് കനാൽപ്പാലത്ത് നിന്ന് വരുന്നു. രമേശ് ചേട്ടാ, ഞാൻ കനാൽപ്പാലത്തേക്ക് നിന്ന് ബസ് കയറാണ് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പം അമ്മ എന്നോട് ചോദിച്ചു, എടാ നീ ഈ പരിപാടിക്കൊക്കെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ, നിനക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ രമേശ് ചേട്ടൻ്റെ അടുത്തേക്ക് പോണേ. രമേശ് ചേട്ടൻ എന്നെ വെച്ചിട്ട് പടം ചെയ്യും. വിഷ്ണു ഉണ്ണികൃഷ്ണനെ വെച്ച് നാദൃശിക കട്ടപ്പനയുടെ ഋതിക് റോഷൻ ചെയ്ത പോലെ രമേശ് ചേട്ടൻ എന്നെ വെച്ച് കനാൽപ്പാലത്തെ കമലഹാസൻ എന്ന് പറഞ്ഞ് പടം ചെയ്യുന്ന അമ്മയുടെ അടുത്ത് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഒരു കലാകാരനാവാന്നുള്ളത് മുമ്പേ തുടങ്ങിയുള്ള ആഗ്രഹമായിരുന്നു. ഇതങ്ങോട്ട് ഊട്ടി ഉറപ്പിക്കണത് എൻ്റെ +2 ലൈഫിലാണ്. മാമ്പ്ര എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. മാമ്പ്രയ്ക്ക് മാത കയറി ചെല്ലുമ്പോൾ അവിടെ എൻ്റെ വേവ് ലെങ്ത്തിലുള്ള സെയിം കുറച്ച് കൂട്ടുകാരെ കിട്ടി. ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ, നാടകം, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ കഥകൾ പറയണ്ടാവും. നമ്മുടെ കുറച്ച് ഗ്യാങ് ഉണ്ട്. ഇതിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ, ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഐറ്റത്തിനും കയറി പേര് കൊടുക്കും. യക്ഷഗാനം മുതൽ ദേശീയഗാനത്തിന് വരെ പേര് കൊടുത്ത ചരിത്രം ഉണ്ടായിരുന്നു. ഇവൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയാണ് വയലിൻ കോമ്പറ്റീഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച പോയിട്ട് പുള്ളി വയലിൻ പഠിക്കാൻ സാറിന് ദക്ഷിണ വയ്ക്കും. എന്നിട്ട് അടുത്ത ആഴ്ച വയലിന് മത്സരിക്കും. എന്നിട്ട് ക്ലാസിക്കലും വെസ്റ്റേണും മത്സരിച്ചിട്ട് ഏതാണ്ട് ടോം ആൻഡ് ജെറിയിൽ വായിക്കണം. ഇതാണ് ഇവൻ്റെ വായന. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസായിട്ടാണല്ലോ നമ്മൾ മത്സരങ്ങൾ നടത്തുക. 4 ഹൗസ് ഉണ്ടാവും. റെഡ് ഹൗസ്, ബ്ലൂ ഹൗസ്, വൈറ്റ് ഹൗസ്, റോയൽ ആംസ്. ഇന്നലത്തെ സാധനം തേട്ടി വന്നതാ. കിടക്കവിടെ അടങ്ങി കിടക്കും. അപ്പോൾ നമ്മളിങ്ങനെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംഘാന മത്സരം നടക്കാം. അപ്പോൾ ഒരാളുടെ കുറവ്. അപ്പോൾ പിള്ളേർ വെച്ചു, ഇതിപ്പോൾ ആരെ കയറ്റാ? അപ്പോൾ നോക്കിയപ്പോൾ ഇവൻ അതിലേ പോവാ. ഇവനോട് പോകുമ്പോൾ പറഞ്ഞു, ശരി ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ ഇവരുടെ കൂടെ പങ്കെടുക്കണം. സ്റ്റേജിൽ കയറണകാലം ഇവന് തോന്നണ് ഇവൻ്റെ ശബ്ദവും ഇവരായിട്ട് മാച്ചല്ല. അപ്പോൾ സാധാരണ അവർ പാടാന്ന് വെച്ചാൽ കേരള തനിമതൻ ഇതിങ്ങനെയാണ്. പക്ഷെ ഇവൻ പാടി വരുമ്പോൾ കേരള തനിമതൻ, ഇത് എന്ത് ചെയ്തിട്ടും ഇതങ്ങോട്ട് സിങ്കാവണില്ല. അപ്പോൾ ഇവനൊരു കാര്യം തീരുമാനിച്ചു, സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ മിണ്ടില്ല, വെറുതെ ചുണ്ടാനൊക്കെ ഉള്ളൂ. ഇതാണ് പ്ലാൻ. അങ്ങനെ സ്റ്റേജിൽ കയറി പുള്ളി ആക്ഷൻ തുടങ്ങി. ആള് അഭിനയിക്കുക. മത്സരം കഴിഞ്ഞ് പുറത്തിറങ്ങി വിധി പ്രഖ്യാപിച്ചപ്പോൾ ഇവരുടെ ടീമിനൊന്നും കിട്ടിയില്ല. സംഭവം ആകെ 4 ടീമുള്ളൂ. പക്ഷെ ഇവർക്ക് 3 പോലും കിട്ടിയില്ല. അപ്പം സംശയമായി, ഇതെന്താ സംഭവം എന്ന്. നേരെ ജഡ്ജസിൻ്റെ അടുത്ത് പോയി ചോദിച്ചു. അപ്പം ജഡ്ജസ് ഇവനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാ, ഇത് ഇവൻ്റെ പാട്ട് ശരിയായില്ല, ഇവൻ്റെ താളം പോയി, ഇവൻ്റെ വരി തെറ്റി, ഇവൻ പാടിയത് മൊത്തം പിച്ചൗട്ടായിരുന്നു. ഒരു വരി പോലും പാടാത്തത് അവനെ നോക്കി പറഞ്ഞപ്പോൾ അവൻ ആകെ തകർന്നു. പക്ഷെ ആള് വിടാൻ തയ്യാറായിരുന്നില്ല. പുള്ളി നേരെ നോക്കിയപ്പോൾ അടുത്തതൊരു നാടകമാണ്. നാടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതുപ്രവർത്തകൻ, ഒരു സഖാവ്, ഇയാൾ നാടിന് വേണ്ടി എല്ലാം ചെയ്തിട്ട് അവസാനം എതിർ പാർട്ടിക്കാർ പുള്ളിനെ കൊല്ലുന്നൊരു സീനാണ്. കൊന്നു കഴിഞ്ഞിട്ട് ആ നാട്ടുകാർ ഇയാളുടെ ഒരു പ്രതിമ അനുസാധനം ചെയ്യണം. അപ്പം ഇതാണ് സീൻ. അപ്പം എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജിൻ്റെ ബാക്കിലൊരു കർട്ടൻ ഉണ്ടാവുമല്ലോ. ഈ കർട്ടൻ്റെ ബാക്കിലാണ് അടുത്ത പരിപാടിക്ക് കയറണവരിങ്ങനെ ഒളിഞ്ഞൊക്കെ ഇങ്ങനെ നോക്കാം, ഇതൊക്കെ മാറ്റിയിട്ട് എന്തിട്ട പരിപാടി എന്നൊക്കെ. ഇതാണ് സംഭവം. അങ്ങനെ ഇതിൻ്റെ ബാക്കിൽ ഇവൻ വെള്ളിട്ട് പ്രതിമയായിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് അടുത്തത് സിനിമാറ്റിക് ഡാൻസാ. അതിലെ 2 പേര് ഓടിക്കയറി സ്റ്റേജിലേക്ക് വന്നു. ഇവനപ്പോൾ അവരോട് മറ എന്ന് പറയണ്. അപ്പോൾ ഇവർ മറ എന്ന് പറഞ്ഞപ്പോൾ ഇവർ പോടാ എന്ന് തിരിച്ചു പറയണ്. പെട്ടെന്ന് പ്രതിമ അനുഷ്ഠാനം ചെയ്യാൻ കറക്റ്റ് മാറ്റി ഒഴുകി. ഒരാളെ മരിച്ചുള്ളൂ, പക്ഷെ 3 പ്രതിമ സ്റ്റേജിൽ നിൽക്കണേ. നടുക്കവൻ ഇങ്ങനെ നിൽക്കണ്, ഇപ്പുറത്തെ സിനിമാറ്റിക് ഡാൻസർ ഇങ്ങനെ നിൽക്കണ്. ഇതിലെ ഇതൊക്കെ ഇട്ടിട്ട് ഇപ്പുറത്തവൻ ഓടാൻ വേണ്ടി നോക്കി, പക്ഷെ പറ്റാണ്ട് ജഗദീഷിൻ്റെ ഫിയറിൽ ഇങ്ങനെ നിൽക്കണ്. നോക്കിയപ്പോൾ ഒരു 3 പ്രതിമ സ്റ്റേജിൽ. അപ്പോൾ പ്രതിമ അനുഷ്ഠാനം ചെയ്യുന്ന ആൾ പറയാ, വീരമൃത്യു വരിച്ച എൻ്റെ മകനും പിന്നെ ആരാണ്ടൊക്കെ തല്ലിക്കൊന്ന കുമാർക്കും എന്നും സുഖമായിരിക്കട്ടെ. അപ്പം ഞങ്ങളിങ്ങനെ ഉച്ച കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഉച്ച കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ആകപ്പാടെ നമ്മൾ വയ്യാണ്ടായിരിക്കും ഇരിക്കുക. ഈ പെൺപിള്ളേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുണ്ടും കുശുമ്പൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഒതുങ്ങിയൊരു സ്ഥലത്തിരിക്കണ്ടാവും. ആൺപിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം പ്ലേറ്റിലെ വറ്റ് കൊത്തി പെറുക്കി തന്ന് മറ്റു പ്ലേറ്റുകളിലെ വറ്റ് ഇങ്ങനെ കൊത്തി പെറുക്കാൻ കാട്ടി എല്ലാ സയൻസ് ക്ലാസ്സിൻ്റെ മുമ്പിൽ കൂടെ ഒക്കെ ചെകറിട്ടടിക്കും. അത് 1 മണി എന്ന് പറഞ്ഞാൽ കോഴിക്കൂട് തുറക്കുന്ന സമയമാണ്. 2 മണിക്ക് എന്നൊക്കെ കോഴികളൊക്കെ തിരിച്ചിങ്ങോട്ട് അകത്ത് കയറാം. അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എക്കണോമിക്സ് ക്ലാസ് തുടങ്ങാം.
അപ്പോൾ നമ്മുടെ സാറ് അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് മൈക്കിലൂടെ പറയാണ്, റോൾ പ്ലേ മത്സരം നടത്തുന്നുണ്ട്, താല്പര്യമുള്ള ഒരു പേര് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആരെഴുതും, ആര് ഡയറക്റ്റ് ചെയ്യും? അപ്പോൾ പറഞ്ഞു നീ എഴുത്, നീ ഡയറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞു ശരി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അത് ഏറ്റെടുത്തു. അപ്പോൾ കാസ്റ്റിംഗ് നടക്കാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമര സേനയിലായിട്ട് 3 പേരെ തീരുമാനിച്ചു. ഒരാൾ ഭഗത് സിംഗ്, വേറെ 2 പേര്. അപ്പോൾ ഇതിൻ്റെ കൂടെ ബ്രിട്ടീഷ് പട്ടാളം വേണം, അതിന് 2 പേരെ തീരുമാനിച്ചു. ബ്രിട്ടീഷ് ജനറലായിട്ട് അഭിനയിക്കാൻ ഒരാളെ വേണം. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ നമ്മുടെ ചങ്കായിട്ടൊരു കൂട്ടുകാരുണ്ട്, ജിൻസ് എന്ന് പറഞ്ഞു. ഇവന് ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ബന്ധമാണ്. അതൊരു പോപ്പിൻസ് മേടിച്ച് അവൻ അപ്പുറത്തുനിന്ന് ഞാൻ ഇപ്പുറത്തുനിന്ന് നിൽക്കും, അത്രയധികം ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞോടെ അങ്ങനെ പ്ലേ കളിക്കണം. അപ്പോൾ നോക്കിയപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് കോസ്റ്റ്യൂം എടുക്കാൻ കാശില്ല. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്കുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, കാരണം അത് നിവർത്തിയുള്ളൂ. അപ്പോൾ എനിക്ക് തോക്ക് വേണം. ഞാൻ പറഞ്ഞു ഈ തോക്ക് എന്നിട്ട് ചെയ്യുക, വലിയ തോക്ക് വേണമല്ലോ. അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു നിങ്ങൾക്ക് എത്ര എണ്ണം തോക്കണം? ഞാൻ പറഞ്ഞു ഇത്ര നീളം. അപ്പോൾ അവൻ ഇത് ഇത്ര നീളമായല്ലോ. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, നിനക്ക് എത്ര എണ്ണം വേണം? ഞാൻ പറഞ്ഞു ഒരു 3 എണ്ണം മതിരാ. പിറ്റേ ദിവസം നമ്മൾ നാടകത്തിന് മുമ്പ് കയറാണ്. ഞാൻ നോക്കിയപ്പോൾ ഹ്യൂമാനിറ്റീസുകാരുടെ റിഹേഴ്സൽ ക്യാമ്പ് ഉണ്ട്. എൻ്റെ കണ്ണ് എള്ളിപ്പോയി. ഇവർ കാശ്മീരത്തിലെ സുരേഷ് ഗോപി ഓരോ ബ്ലാക്കൊക്കെ ഇട്ട് തലയിലൊരു കെട്ട കെട്ടി ബ്ലാക്ക് ക്യാറ്റിൻ്റെ മറ്റേ തോക്കൊക്കെ കൊണ്ട് മിഷ്യൻ കണ്ണൊക്കെ കൊണ്ട് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് കയറി വരാ. ബാക്കിക്കോടെ അന്ന് പഴശ്ശിരാജ് ഇറങ്ങിയ സമയമാണ്. റെഡ് കോട്ടൊക്കെ ഇട്ടിട്ട് വാളൊക്കെ പിടിച്ചിട്ട് ബാക്കിക്കോട്ടെ ടീമുകൾ. ഞങ്ങളുടെ ക്യാമ്പിൽ ചെന്ന് നോക്കിയപ്പോൾ മാമ്പ്ര സ്കൂളിലെ യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഇംഗ്ലീഷുകാർ. നമ്മുടെ ബ്രിട്ടീഷ് ജനങ്ങളുടെ വേഷം തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർബോസ് പാൻറ്റും കല്യാണരാമ ഷർട്ടും. ഇവിടെ ഒരു മറ്റേ 10 രൂപയ്ക്ക് കിട്ടുന്ന കണ്ണാടി ഉണ്ടല്ലോ, ഈ കണ്ണാടിയും വെച്ച് നമ്മളിങ്ങനെ നിൽക്കുക കയറാനായിട്ട്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു എടാ എവിടെയാ നമ്മുടെ തോക്ക് എവിടെയാന്ന് ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞു ഇതേടാ മൂലക്കിരിക്കണെന്ന്. അത് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പച്ച കളറടിച്ച് മിഷ്യൻ കണ്ണ് കാണണേ. ഇവൻ വലിയ കവണപ്പട്ട വെട്ടിയിട്ടേ ഇതിന് നടുക്ക് ഓട്ടിട്ട് കൊണ്ടുവന്നിക്കാൻ മിഷ്യൻ കണ്ണെന്ന് പറഞ്ഞു. എന്നിട്ട് സ്കെച്ച് പേനയ്ക്ക് എഴുതി വെച്ചിക്കണേ AK-47. ഇതും കൊണ്ട് വന്നിക്ക സ്റ്റേജിലേക്ക്. സ്റ്റേജിൽ കയറിയപ്പോൾ ബ്രിട്ടീഷുകാർ കയറി അങ്ങോട്ട് സ്വാതന്ത്ര്യ സമരങ്ങളെ ചവിട്ടി മേത്തിക്കാണ് കേട്ടത്. കൊടിയുമേ ചവിട്ടാൻ പോണ ഒരുത്തൻ മേത്തിക്ക് ചാടി വീണിട്ട് ഇവൻ്റെ നെഞ്ചത്തുണ്ട് ബ്രിട്ടീഷുകാരൻ ചവിട്ടണേ. ഇതിങ്ങനെ കാലിട്ട് അങ്ങോട്ട് തിരിച്ചിട്ട് ബ്രിട്ടീഷുകാരൻ ദിസ് ഈസ് യുവർ ഫ്ലാഗ് എന്ന് നോക്കിയാണ്. ഇവ അവിടെ മലന്ന് കിടന്നിട്ട് യെസ് ഇറ്റ് ഈസ് മൈ ഫ്ലാഗ് എന്ന്. എന്തിനവൻ പറഞ്ഞത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ. അങ്ങനെ പരിപാടിയൊക്കെ നല്ലോണം നടന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ ഭഗത് സിംഗ് ആയിട്ട് അഭിനയിക്കണവൻ. അവൻ നോക്കണമെങ്കിൽ നൈക്കിൻ്റെ പെരിനിട്ടാണ് നിൽക്കണേ, ഫുട്പാത്തിൽ നിന്ന് മേടിച്ചത്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവൻ ഇതൊക്കെ ഇട്ട് നിൽക്കുക. നോക്കിയപ്പോൾ 3 പേജ് ഡയലോഗ് ഇവൻ നിന്ന് കലക. സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണും ചുണ്ടും വായും ഒക്കെ നിറഞ്ഞുപോയി. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് 13 വർഷമായി. അവൻ എന്താ പറഞ്ഞെന്നുള്ളത് അത് എഴുതി എനിക്കും അത് പറഞ്ഞ അവനും ഇത് കണ്ടിരുന്ന ഓഡിയൻസിനും ഇതുവരെ മനസ്സിലായില്ല. അതൊരു പ്രപഞ്ച സത്യമായിട്ട് ഇന്ന് നിലനിൽക്കുക. അങ്ങനെ പ്ലേ കഴിഞ്ഞപ്പോൾ എന്നിട്ടാ ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്തു നമ്മുടെ ടീമിന്. ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഞാൻ സന്തോഷിച്ചില്ല, എനിക്കായിരുന്നു വിഷമം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നിൽ എൻ്റെ കൂട്ടുകാരന് കോൺഫിഡൻസ് ഉണ്ടായില്ലെന്ന്. അതുപോലെ എനിക്കെന്നിൽ കോൺഫിഡൻസ് ഉണ്ടായില്ല. ഞാൻ അത് വേറൊരുത്തൻ്റെ പേരിലാണ് കൊടുത്തേ, എൻ്റെ പേര് കൊടുത്തില്ല. എങ്ങാനും പൊളിഞ്ഞാലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്തപ്പോൾ റോബിൻസൺ പാർട്ടി റോൾ പ്ലേ ഫസ്റ്റ് പ്രൈസ്. ഞാനൊന്നും മിണ്ടില്ല. പിറ്റേ ദിവസം MLA ആയിരുന്നു സമ്മാനദാനം. അപ്പോഴും വിളിച്ചു പറഞ്ഞു റോബിൻസൺ പാർട്ടി. ആകെ ഇതറിയാവുന്ന ഇവന്മാർക്ക് 6 പേർക്കാ. ഇവന്മാരാണെങ്കിൽ ഇത് പുറത്ത് പറയണില്ല, ഇവന്മാരിൻ്റെ സന്തോഷത്തിൽ. അപ്പോൾ രമേശ് ചേട്ടാ ഈ ചാനലിലൂടെങ്കിലും ഈ സത്യം ജനങ്ങളറിയട്ടെ എന്ന് വിചാരിക്കണേ. അങ്ങനെയെങ്കിലും ഞാനാണ് അതിൻ്റെ പിന്നിൽ നിന്നുള്ള എല്ലാവരും അറിയട്ടെ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെട്ട് വന്നത്. സ്നേഹേഷ് ഒരു സ്നേഹമയമായിരുന്നു, നല്ല എനർജി ഉണ്ടായിരുന്നു, നല്ല കോൺഫിഡൻസിലാട്ടോ പറഞ്ഞത്. താങ്ക് യു. ചേട്ടാ സ്നേഹേഷിന്റെ എൻട്രി വന്നതിന് ശേഷം നിങ്ങൾ രണ്ടുപേരുള്ള ഡാൻസ് പെർഫോമൻസ് അത് ഗംഭീരായി. താങ്ക് യു. ഇത് വല്ല ഡാൻസ് കോമ്പറ്റീഷൻ ആയിരുന്നു, ഇവരുടെ പേര് ഫസ്റ്റ് അടിച്ചേനെ. അത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇതുപോലെ തന്നെ ഒരു നമ്മുടെ കോളേജിലെ ഒരു പരിപാടിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐറ്റത്തിൽ പെർഫോം ചെയ്യുക. അതായത് മോണായിട്ട് മിമിക്രി, ഫാൻസി ഡ്രസ്, കഥാപ്രസംഗം 4 ഉണ്ട്. ഓഡിയൻസ് കംപ്ലീറ്റ് ഗേൾസ് ആയിരിക്കും കോളേജിൽ. അപ്പൊ ഇവരെ ഇംപ്രസ് ചെയ്യിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. അപ്പൊ അത് കാരണം ഒരു തവണ സത്യം ഞാൻ പറയട്ടെ, ഒരു ഷോർട്സ് ഒക്കെ ഇട്ട് ദേഹം മുഴുവൻ എണ്ണ തേച്ചിട്ട് ബോഡി ബിൽഡിങ്ങിന്റെ മത്സരത്തിന് കാഫ് മസിൽ എന്നൊക്കെ പറഞ്ഞ സാറില്ലേ ചിരിച്ചോണ്ട് ഓടിക്കളഞ്ഞു. കാരണം എവിടെ കാഫ് മസിൽ, ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കാഫ് മസിൽ.
അത് പറഞ്ഞപ്പോൾ എനിക്ക് അതാണ് എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ ഓർമ്മ വന്നത്. സ്നേഹേഷ് പറഞ്ഞ കഥയിലും ഒരു സ്റ്റോറി ഉണ്ട്. അതായത് എങ്ങനെ ഞാനൊരു സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് എനിക്ക് സമ്മാനം കിട്ടിയത് എന്ന് പറയുന്നൊരു സാധനം തന്നെ ഇവിടെയും അതിൻ്റെ കണക്റ്റഡ് ആയിട്ടൊരു ക്ലൈമാക്സ് അത് ഗംഭീരമായിട്ട് വർക്കൗട്ടായി എന്നുള്ളതാണ്. പകർച്ചേട്ടൻ പറഞ്ഞ പോലെ ഈ യുവജനോത്സവത്തിലൊക്കെ ഞാനൊക്കെ എന്തിനൊക്കെ പങ്കെടുക്കുന്നറിയോ? ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിന് പേരും എടുക്കും ചേട്ടാ. ഇംഗ്ലീഷ് പ്രസംഗ മത്സരം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച പിള്ളേർ നമ്മൾ തെറ്റും, എനിക്ക് ഉറപ്പ് ഒന്നും കിട്ടില്ലെന്ന് ഉറപ്പാണെങ്കിൽ പേരും എടുത്ത് ചെസ്റ്റ് നമ്പർ വിളിക്കുമ്പോൾ ചെന്നിട്ട് യെസ് ഇറ്റ് ഈസ് ദ ടോസ്റ്റ് ഓഫ് ദ ടെസ്റ്റ്, താങ്ക് യു. അതുപോലെ സംസ്കൃത കവിത മത്സരത്തിന് പേരെടുത്ത് സമൃദ്ധി വാർത്ത ശ്രീയന്ത പ്രവാചക ഭരദേവാനന്ദ സാഗര താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോയ ആളാ ഞാൻ. പ്രൊഫഷണൽ മിമിക്രി രംഗത്ത് ഞാൻ സലീം കുമാറിന്റെ ട്രൂപ്പിലായി. അപ്പൊ ചില കുഞ്ഞു പിള്ളേരുടെ ട്രൂപ്പുകളുണ്ട് കോട്ടയം ഭാഗത്തൊക്കെ, അവിടെ ഇവിടെ ഒരു 5-6 പിള്ളേർ. ഞാൻ ചെറുതാണ് എങ്കിലും ഈ പ്രൊഫഷണൽ അല്ലാത്ത ട്രൂപ്പുകളുണ്ട്. അപ്പം ഞാൻ അന്നൊന്നും ഈ നമ്മുടെ മുഖം ആർക്കും അറിയത്തില്ല. ഇങ്ങനെ സലീം കുമാറിന്റെ ട്രൂപ്പിൽ രമേശ് പിഷാരടി എന്ന് പറഞ്ഞൊരുത്തരുണ്ട്. അവൻ അത്യാവശ്യം പിടിച്ച ഒരു 10-15 നടന്മാരുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഒരു ദിവസം ഒരു ഫോൺ വന്നു. ഞാൻ ചെന്ന് ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു, ഞങ്ങൾ കോട്ടയത്തുള്ള ഇന്ന ട്രൂപ്പിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു ട്രൂപ്പുണ്ടോ? ഞങ്ങൾ 5-6 പേരുള്ള ട്രൂപ്പാണ്, ഞങ്ങൾക്കൊരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്, അതിൽ രമേശ് പിഷാരടി ഒന്ന് ഗസ്റ്റായിട്ട് വരും, ഒരു 5-6 നടന്മാരുടെ ശബ്ദമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പം ഞാനൊന്ന് സലീമായിട്ടിൻ്റെ ട്രൂപ്പിലൊക്കെ കളിക്കുന്ന ഒരാൾ ഈ ചെറിയ ട്രൂപ്പിൽ പോയാൽ അത് അത്ര ശരിയായ നടപടിയാണോ, ഇനി ട്രൂപ്പിൽ അറിഞ്ഞാലും അതൊരു കുഴപ്പമില്ല എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് പ്രോഗ്രാം ഉണ്ട്, എനിക്ക് വരാൻ പറ്റില്ല, പക്ഷെ വേറൊരു തിരക്കേടില്ലാത്ത പയ്യനെ ഞാൻ പറഞ്ഞു വിടാം, സുഭാഷ്, അവൻ വന്നോളും എന്ന് പറഞ്ഞിട്ട് സുഭാഷ് എന്നും പറഞ്ഞ് ഞാൻ തന്നെ പോയി ഇവരുടെ ട്രൂപ്പില്. പിഷാരടി പറഞ്ഞിട്ട് വന്നതാന്നും പറഞ്ഞിട്ട് ഞാൻ പോയി. മനസ്സിലായില്ലേ? മുഖം അറിയത്തില്ലല്ലോ, മുഖം അറിയത്തില്ല, ആളെ കേട്ടിട്ടല്ലേ ഉള്ളൂ, കേട്ട് വിളിക്കുന്ന എല്ലാവരും വിളിക്കുന്നത്. ഞാൻ പോയി സുഭാഷ് എന്ന് അവരുടെ കൂട്ടത്തിൽ പോയി സുഭാഷ് എന്ന വരുന്നാമത്തില് പ്രോഗ്രാം കളിച്ച് 100-150-200 രൂപ മേടിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ട് വന്ന്. അപ്പോ ഒരാഴ്ച കഴിഞ്ഞപ്പോ പിന്നെയും വിളി വന്നപ്പോ ഈ പിള്ളേർ വിളിച്ചപ്പോ ഞാൻ വീട്ടിൽ ചെന്നാലോ, രമേശ് ചേട്ടനാണോ? അതെ, ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം കൂടെ കിട്ടിയിട്ടുണ്ട്, ചേട്ടൻ ഇത്തവണ ഞങ്ങളുടെ കൂട്ടത്തിലൊന്ന് വരാമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അയ്യോ എനിക്കന്ന് ഒഴിവില്ല, ഞാൻ അന്ന് വിട്ട സുഭാഷിനെ വിടട്ടെ, ഇപ്പൊ അപ്പുറത്ത് പറയാ അവൻ വേണ്ട, അവന്റെ ഒന്നും ഏറ്റില്ലെന്ന്.